നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ വരുന്നില്ല. ഞാൻ എന്തിനാ വരുന്നേ? ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. നീ വിധിയെ തന്റെ അടുത്തോട് അഭിമുഖീകരിക്കണം. നോക്ക്, ഈ ദിവസങ്ങളും കടന്നു പോവും. ഇതൊന്നിന്റെ അവസാനം അല്ലാന്ന് ഓർക്കണം മോളെ. നീ ഞാൻ പറയുന്ന അനുസരിക്ക്. വേഗം റെഡിയാവ്. ചില ചേച്ചി പറയുന്ന മോള് കേൾക്കണം. വാടി. സിദ്ധാർത്ഥൻ, നിങ്ങളോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാ നിങ്ങൾക്കതിന് കൃത്യമായി ഉത്തരം നൽകാൻ സാധിക്കൂ? നിങ്ങൾക്ക് അനായാസം ഉത്തരം നൽകാൻ കഴിയുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആന്റി നിർത്ത്. ആന്റി എന്തിനാ എന്നെ നിങ്ങളെന്നൊക്കെ ഭയങ്കര ബഹുമാനത്തിലൊക്കെ വലിയ ആൾക്കാരോട് സംസാരിക്കണ പോലെ സംസാരിക്കണേ? ഞാൻ കൊച്ചുകുട്ടിയല്ലേ? അല്ലേ? സിദ്ധാർത്ഥൻ മുതിർന്ന ആളാ. അല്ല ആന്റി, കുഞ്ഞു കുട്ടിയാ. അല്ല, സിദ്ധാർത്ഥൻ മുതിർന്ന ആളാണ്. ദേ, സിദ്ധാർത്ഥ് ഇങ്ങോട്ട് നോക്കി. കമോ. ലുക്ക് അറ്റ് ദ മിറർ. ആ കണ്ണാടിയിലേക്ക് നോക്ക്. ഇനി പറ, സിദ്ധാർത്ഥൻ കൊച്ചു പയ്യനാണോ അതോ മുതിർന്ന ആളാണോ? ഞാൻ കൊച്ചു പയ്യനല്ല, മുതിർന്ന ആളാ. സിദ്ധാർത്ഥൻ മുതിർന്ന ആളാണെന്ന് ബോധ്യായില്ലേ? മുതിർന്ന ആളുകള് കൊച്ചുകുട്ടികളെ പോലെ പെരുമാറാൻ പാടുണ്ടോ? പാടില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥൻ ഇനി മുതിർന്ന ആൾക്കാരെ പോലെ തന്നെ പെരുമാറണം. ഇപ്പോ സിദ്ധാർത്ഥൻ അതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും. അത് സാരമില്ല. സിദ്ധാർത്ഥൻ മുതിർന്ന ആളുകൾ പെരുമാറുന്ന രീതി നോക്കി മനസ്സിലാക്കിയാ മതി. നിരന്തരം അത് പരിശീലിക്കുമ്പോ സിദ്ധാർത്ഥന്റെ പ്രായത്തിൻ്റെതായ പക്വതയോടെ പെരുമാറാൻ സാധിക്കും. എല്ലാവർക്കും എന്തു പറ്റി? എല്ലാവരും ആകെ ഡള്ളാണല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഋഷി നിക്ക്. ഋഷി, പറ ജാനകി, എന്താ ഉണ്ടായത്? നിങ്ങളാരും ഒന്നും പറയാതെയല്ലേ ഇവിടുന്ന് പോയത്? എങ്ങോട്ടാ പോയത്? എന്തായിരുന്നു സംഭവം? പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാ മതി. നിന്നോട് പറയുന്നതിൽ എന്താ പ്രശ്നം? പറയാം. ഋഷി ഞങ്ങളറിയാതെ ഗോപികയെ ഇന്ന് വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? ജാതകം മണ്ണാങ്കട്ട. ദേ, ജാതകത്തേക്കാൾ കൂടുതൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടു മനസ്സുകളാണ് നിങ്ങൾ കാണേണ്ടത്. ദേ, ജാതകത്തിന്റെ പേരും പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയണമെന്ന് ഋഷിയോട് പറഞ്ഞ അത് അവന്റെ ജീവിതത്തെ നരകമാക്കില്ലേ? ഞാൻ ജാനകിയുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്.
ജാനകിക്കും കുടുംബത്തിനും ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയ ഞാൻ ഇത്രയും പറഞ്ഞത്. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കില്ലേ അമ്മേ? അതെ, നീ നല്ലതുപോലെ ചിന്തിക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്ക. അതല്ലേ നല്ലത്. അമ്മ, എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത ദിവസം തന്നെ വിവാഹം നടത്തണം. അങ്ങനെ ഒരു മുഹൂർത്തം കണ്ടുപിടിക്കാൻ ജോത്സ്യനോട് പറയണം. അല്ലാതെ 2-3 മാസമൊന്നും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ കാത്തിരിക്കേണ്ടി വരൂല മോളെ. ഇത് ചിങ്ങമാസമല്ലേ? ഈ മാസം വിവാഹത്തിന് പറ്റിയ ധാരാളം മുഹൂർത്തങ്ങളുണ്ട്. അതിലെ ഏറ്റവും അടുത്ത മുഹൂർത്തമായിരിക്കും നിശ്ചയിക്കുക. നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ഡേ, ഇപ്പൊ കഴിയും മുത്തശ്ശ. പെട്ടെന്നാവട്ടെ, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. ഇതാ കഴിഞ്ഞു. കാർ വന്നായിരുന്നോ? ഇപ്പൊ എത്തും. ദേവിക ഒരുങ്ങിയിറങ്ങിയോ? അവിടെ റെഡിയായി. നിങ്ങൾ വേഗം വാ. ശരി അമ്മ, വരുവാ. പറമോളെ. അമ്മ, എനിക്ക് മതിയായി അമ്മ. എനിക്ക് ജീവിതം മതിയായി. മോളെ, ഞാൻ തോറ്റുപോയമ്മ. ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ സങ്കടം ആരും തിരിച്ചറിയുന്നുമില്ല. എനിക്കിനി ഇവിടെ നിൽക്കണ്ടമ്മ. ഞാനിവിടെ വെറുത്തു പോവുക. അമ്മ എന്നെ ദുബായിലേക്ക് കൊണ്ടുപോകണം. ഞാനിനി നാട്ടിൽ നിൽക്കില്ല. ഞാൻ ആശിച്ച പുരുഷൻ അഞ്ജലിയോടൊപ്പം ഇവിടെ കഴിയുമ്പോ ഞാനത് എങ്ങനെ സഹിക്കും? അതെനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് വിധിയാണ്. അതിന് നേരിട്ടേ മതിയാവൂ. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കഴിഞ്ഞതൊക്കെ ഒരു പാഠമാണെന്ന് ഓർത്ത് മോള് മാറണം. വേണ്ട, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. അമ്മ എന്നെ ഇവിടുന്ന് ദുബായിക്ക് കൊണ്ടുപോകൂ ഇല്ലയോ? അത് പെട്ടെന്ന് അങ്ങനെ കയറി വരുവാന്നൊക്കെ പറഞ്ഞ വിസയും ടിക്കറ്റിനും ഒക്കെയുള്ള പണവും അല്ലെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടും അല്ല വേണ്ടത്. ഹലോ മോളെ, ഗോപികെ, ഹലോ. ഗോപികെ, നീ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ വരുന്നില്ല. ഞാൻ എന്തിനാ വരുന്നേ? ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. നീ വിധിയെ തന്റെ അടുത്തോട് അഭിമുഖീകരിക്കണം. നോക്ക്, ഈ ദിവസങ്ങളും കടന്നു പോവും. ഇതൊന്നിന്റെ അവസാനം അല്ലാന്ന് ഓർക്കണം മോളെ. നീ ഞാൻ പറയുന്ന അനുസരിക്ക്. വേഗം റെഡിയാവ്. ചില ചേച്ചി പറയുന്ന മോള് കേൾക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.